Hello students, welcome to Disha Academy. അപ്പോൾ നമ്മൾ NTPCയിൽ ബയോളജി പോർഷനിൽ നമുക്കറിയാം ഹ്യൂമൻ ബോഡി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിലെ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ബോൺസ് ഉണ്ട്, അപ്പോൾ അത് എവിടെയൊക്കെയാണ് അതിൻ്റെ പൊസിഷൻ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സ്കെൽറ്റൽ സിസ്റ്റം ആണ്. ഓക്കെ, സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തുവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. നമ്മൾ എന്തുവാ നിങ്ങൾ +1 +2 പഠിക്കാം, ലാബിൽ പഠിക്കാൻ നേരത്ത് സ്കെൽറ്റൻ ബോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതിലെന്താണ് ഫുൾ ബോൺസാണ് നമ്മുടെ ബോഡി ഫുള്ളായിട്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ എത്ര ബോൺസ് ആണുള്ളത്? 206 ബോൺസാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഇത് എക്സാമിന് ചോദിക്കും, എത്ര ബോൺസാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്? 206. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അഡൽറ്റ് ഹ്യൂമനിലാണ് എന്തുള്ളത്? 206 ബോൺസ് ഉള്ളത്. ഇപ്പോൾ ജനിച്ച ഒരു കൊച്ചിന് എത്ര ബോൺസ് ഉണ്ടാവും? ഒരു 300 അടുപ്പിച്ച് ബോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ 270 ബോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നിട്ട് അത് കാലക്രമേണ എന്താവും? കുറേ ബോൺസ് ഫ്യൂസ് ചെയ്ത് കൂടിച്ചേർന്നിട്ട് എന്താവും? നമ്മൾ അഡൽറ്റ് എത്രയാവും? 206 ബോൺസാണ് ആവുന്നത്. അപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടിക്ക് എത്രയാണ്? 300 ബോൺസോളം കാണും. പിന്നെ അതെന്തുവാണ്? ഫ്യൂസ് ചെയ്തതിന് ശേഷം 206 ബോൺസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആക്സിയൽ സ്കെൽറ്റനും അപ്പൻഡിക്കുലാർ സ്കെൽറ്റനും. ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ഒരു ആക്സിസിലുള്ള സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കള്ള്, നമ്മുടെ വെർട്ടിബ്രൽ കോളം, അതുപോലെ നമ്മുടെ റിബ്സൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ആളാണ് ആര്? അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്കുലാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പൻഡേജസ്. അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ലിംസ്, നമ്മുടെ കൈ, കാല് ഒക്കെ വരുന്ന ബോൺസാണ് എന്തെന്ന് പറയുന്നത്? അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബോൺസിനെ പറ്റിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ, സ്കെൽറ്റൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽറ്റൻ, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്ന ആരൊക്കെയാണ്? സ്കള്ളുണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്, പിന്നെ സ്റ്റേർണം എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ്. സ്റ്റേർണത്തിൽ വന്നിട്ടാണ് നമ്മുടെ റിബ്സ് എല്ലാം വന്നിട്ട്, നമ്മുടെ വാരിയല് എല്ലാം വന്നിട്ട് ജോയിൻ ആവുന്നത് എവിടെയാണ്? ഈ സ്റ്റെർണത്തിലാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വന്നിട്ട് എവിടെ ജോയിൻ ആവും? സ്റ്റെർണത്തിൽ ജോയിൻ ആവും. ബാക്കിൽ ഡോർസലി ആണെങ്കിൽ എങ്ങനെയായിരിക്കും ജോയിൻ ആവുന്നത്? വെർട്ടിബ്രൽ കോളോ ആയിട്ട് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ആക്സിയലിൽ ഇത്രയും പേരാണുള്ളത്. ആരൊക്കെയാണ്? സ്കള്ള്, വെർട്ടിബ്രൽ കോളം, സ്റ്റെർണം, റിബ്സ്. ഇനി നോക്കിയേ, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഫോർ ലിംബ്, നമ്മുടെ കയ്യിലുള്ള ബോൺസ് വരും. അതുപോലെ ലോവർ അല്ലെങ്കിൽ ഹൈൻ ലിംബ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമ്മുടെ കാലിൽ വരുന്ന ബോൺസ്. പിന്നെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? പെക്ടറൽ ഗിർഡിലും പെൽവിക് ഗിർഡിലും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിലുള്ള ബോൺസ്, കയ്യിലുള്ള ബോൺസ് എല്ലാം കൂടെ വന്ന് ജോയിൻ ആവുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെക്ടോറിയൽ ഗിർഡിൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലെഗിലുള്ള ബോൺസ് വന്ന് ജോയിൻ ആവുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നത്. ഒന്ന് അപ്പർ പോർഷന്, ഒന്ന് ലോവർ പോർഷനുമാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിനി നോക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ ആള് സ്കള്ള്. ഇത് ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ആക്സിയൽ സ്കെൽറ്റൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആക്സിയൽ സ്കെൽറ്റനിലെ ആദ്യത്തെ ആളായിട്ടുള്ള സ്കള്ള്, നിങ്ങൾക്കറിയാം തലയോട്ടി, സ്കള്ളാണ് നമ്മൾ നോക്കാൻ പോണത്. നോക്കിയേ, സ്കള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹെഡ് മൊത്തത്തിൽ. ഹ്യൂമൻ ഹെഡിൽ എത്ര ബോൺസ് ആണുള്ളത്? 29 ബോൺസ് ആണ് എന്തുള്ളത്? ഹ്യൂമൻ ഹെഡിലുള്ളത്. ഹ്യൂമൻ ഹെഡ് എന്ന് പറയുമ്പം ഏതൊക്കെ പോർഷനാണ് വരുന്നത്? നമ്മുടെ ക്രേനിയൽ പോർഷൻ വരും, നമ്മുടെ ഈ ഒരു ഭാഗം. അവിടെ 8 ബോൺസ് ആണുള്ളത്.
ഇനി നമ്മുടെ നമ്മുടെ ഫേസ് വരുന്ന ഭാഗത്തുള്ള ബോൺസ് എല്ലാം കൂടി എത്ര വരും? 14 ബോൺസ് ആണ് വരുന്നത്. പിന്നെ ഏതാണ്? നമ്മുടെ ഇയറിൽ നമ്മൾ ഓരോ ഇയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ബോൺസ് വെച്ചിട്ടുണ്ട്. 3 ബോൺസ് വെച്ചിട്ടുണ്ട്. ഇനി ആ 3 ബോൺസ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആണ് ഏതെന്ന് പറയുന്നത്? ആ 3 ബോൺസ് എന്ന് പറയുന്നത്. ഇനി 2 ചെവിയിലും കൂടെ ആയിട്ട് എത്ര ബോൺസ് ഉണ്ട്? 6 ബോണാണ് ഉള്ളത്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് ചോദിച്ചാൽ ആരാണ്? ഈ സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ഏതാണ്? നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഇനി നോക്കിയേ, ഒരു ബോണും കൂടെ ഉണ്ട്, ഹയോഡ് ബോൺ എന്നാണ് പറയുന്നത്. അതിൻ്റെ പിക്ചർ അതായി റൈറ്റ് കൊടുത്തേക്കുന്നത് നോക്കിയേ. ഇതെന്ന് പറയുന്ന ഒരു യൂപ്പിൻ ഷേപ്പ് പോലെ ഇരിക്കും. ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ബക്കൽ ക്യാവിറ്റി ഉണ്ടല്ലോ, ഈ ബക്കൽ ക്യാവിറ്റിയുടെ താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ യൂപ്പിൻ പോലെയുള്ള ഷേപ്പിലുള്ള ബോൺ കാണപ്പെടുന്നത്. അപ്പം ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ എത്രയാണ്? 29 ബോൺസ് ആണ് എന്തുള്ളത്? നമ്മുടെ ഹ്യൂമൻ ഹെഡിലുള്ളത്. ക്രേനിയത്തിൽ 8 എണ്ണം, ഫേഷ്യലിൽ 14 എണ്ണം, ഇയറിൽ 6 എണ്ണം, ഹയോഡ് 1. അപ്പം ഇനി നമ്മൾ ആദ്യത്തെ ആളായിട്ടുള്ള ക്രേനിയലിൽ 8 ബോൺ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മുടെ ഫ്രണ്ട് ഈ ഒരു ഫോർഹെഡ് ഈ ഒരു പോർഷനിലുള്ള ബോണാണ് ഏതെന്ന് പറയുന്നത്? ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്നത്. ഇത് ഒന്നേ ഉള്ളൂ. ഇനി അടുത്തത് അതിന് പിറകെയായിട്ട് ഏതാണ്? പരേറ്റൽ ബോൺ ആണ്. പരേറ്റൽ ബോൺ അത് 2 എണ്ണം, 2 ആയിട്ട് നിങ്ങൾക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പരേറ്റൽ ബോൺ. ഇനി ടെമ്പറൽ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു 2 വശത്തായിട്ടുണ്ട് ടെമ്പറൽ ബോൺ. 2 വശത്തായതുകൊണ്ട് തന്നെ 2 എണ്ണം ഉണ്ട് ടെമ്പറൽ ബോൺ. പിന്നെ നമ്മുടെ താഴെ ഭാഗത്ത് ഈ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്ന കണ്ടോ, ഇതാണ് ഓസിപെറ്റൽ ബോൺ എന്ന് പറയുന്നത്. അത് 1 ആണുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഓക്കെ ആണോ? ഇനി ഈ ഒരു ക്രേനിയൽ ബോണിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ ടെമ്പറൽ ബോണാണ് ക്രേനിയൽ ബോണിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണെന്ന് പറയുന്നത്. ഇനി 2 ആൾക്കാരും കൂടെ ഉണ്ട്. ആരാണ്? സ്ഫീനോയിഡ് ബോണും അതേപോലെ എത്തമോയിഡ് ബോണുമാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും ഓരോന്ന് വീതേ ഉള്ളൂ. സ്ഫീനോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഒരു ഒറ്റ ബോണാണ് എന്തെന്ന് പറയുന്നത്? സീനോയിഡ് ബോൺ എന്ന് പറയുന്നത്. പിന്നെ എത്മോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്ക് കണ്ണിൻ്റെ അങ്ങ് താഴെയായിട്ടുള്ള ബോണാണ്, ഉള്ളിലുള്ള ബോണാണ് എന്തെന്ന് പറയുന്നത്? എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ബോൺസാണ് എന്ത് ക്രേനിയത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഫ്രോണ്ടൽ, പരേറ്റൽ, അടുത്തത് 2 ചെവി ഭാഗത്തായിട്ട് ടെമ്പറൽ ബോൺ ഉണ്ട്, താഴെയായിട്ട് ഓസിപെറ്റൽ ബോൺ, പിന്നെ 2 ബോണും കൂടെ ഉണ്ട്. ആരാണ്? സ്ഫീനോയിഡ് ബോൺ ഒറ്റ ബോണാണ്. അതുപോലെ എത്തമോയിഡ് ബോണും കൂടെയാണ് ഉള്ളത്. ഓക്കെ ആണോ? പിന്നെ അടുത്തത് നമുക്ക് ആരാണ്? ഫേഷ്യൽ ബോൺ ആണ്. ഫേഷ്യൽ ബോൺ ഇയറിലെ ബോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 എണ്ണം ആരൊക്കെയാണെന്ന്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതേപോലെ ഹയോഡ് ബോണും പറഞ്ഞു. ഇനി നമ്മൾ ഫേഷ്യൽ ബോണാണ് നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതെന്താണ്? ഇത് ഫേഷ്യൽ ബോണാണ്. ഫേഷ്യൽ ബോണാണ്. ഫേഷ്യൽ ബോൺ എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് കാണാവോ? 14 എണ്ണമാണ് ഉള്ളത്. നോക്കിയേ, ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗത്ത് 2 ബോണുണ്ട്, ഇവിടെ ഒരു ബോണുണ്ട്, ഇവിടെ ഒരു ബോണുണ്ട്. 2 എണ്ണത്തിനേക്കൂടെ നമ്മൾ എന്താണ് പറയുന്നത്? മാക്സില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇതുവരെ ഒരു ഒറ്റ ബോണാണ്, ഈ വയലറ്റ് കളറിൽ കാണപ്പെടുന്ന ഒറ്റ ബോൺ. ഇതേതാണ്? മാൻഡിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ മാക്സില്ല, മാൻഡിബിൾ നമ്മുടെ ഈ ജോ ഭാഗത്ത് വരുന്ന 2 എണ്ണം. പിന്നെ ഏതാണ്? നോക്കിയേ, ഈ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നുണ്ടോ? 2 വശത്തായിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെയും ചെവിയുടെയും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ബോണാണ് ഏതെന്ന് പറയുന്നത്? സൈഗോമാറ്റിക് ബോൺ എന്ന് പറയുന്നത്. സൈഗോമാറ്റിക് ബോൺ. ഇത് 2 വശത്ത് കൊണ്ടുകൊണ്ട് എന്താണ്? 2 എണ്ണമാണ്. ഇനി നമുക്ക് നോക്കിയേ, കണ്ണിൻ്റെ ഈ ഒരു വശത്ത് ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ണിൻ്റെ ഇവിടെ ഉള്ളത് നമുക്കറിയാം ലാക്രിമൽ ബോണാണ്. ലാക്രിമൽ ബോണാണ്. 2 കണ്ണിന് 2 എണ്ണമാണുള്ളത് ലാക്രിമൽ ബോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോസിലോട്ട് വരാം.
നോസ് ടോപ്പ് പോർഷനിൽ രണ്ടെണ്ണം നോക്കിയേ, രണ്ടെണ്ണം. ഇതേതാണ്? നേസൽ ബോണാണ്. നേസൽ ബോൺ രണ്ടെണ്ണം ഉണ്ട്. വീണ്ടും കുറച്ചുകൂടെ താഴെ ഈ റെഡ് കളറിൽ കണ്ടോ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, എന്തുവാണത്? പാലറ്റൈൻ ബോണാണ്. ഇനി ഒറ്റ ബോൺ നോക്കിയ ഒരു ബ്ലൂ കളറിൽ ഒറ്റ ബോൺ, ഇതെന്താണ്? വോമർ ബോണാണ്. ഇനി ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നുണ്ടോ വീണ്ടും കുറേ ബോൺസ്, ഇതെല്ലാം ഈ ഒരു നോസ് ഭാഗത്താണ് വരുന്നത്. ഗ്രീൻ കളറിൽ, ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നുണ്ടോ? ഇതാണ് ഇൻഫീരിയർ നേസൽ കോൺകേ എന്ന് പറയുന്നത്. അതും എന്താണ്? രണ്ടെണ്ണം വീതമാണ് ഉള്ളത്. അപ്പം മൊത്തത്തിൽ എത്ര ബോൺസ് ആണുള്ളത് നമ്മുടെ നമ്മുടെ ഫേഷ്യലിൽ? 14 ബോൺസ്. ക്രേനിയം നമ്മൾ ഓൾറെഡി നോക്കി. ഫേഷ്യലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ബോൺസ് ആണുള്ളത്? 14 ബോൺസ് ആണുള്ളത്. നോക്കിയേ, മാക്സില്ല 2, മാൻഡിബിൾ 1, ഇനി സൈഗോമാറ്റിക് 2. അടുത്തത് നോസ് ഭാഗത്ത് വരുമ്പോൾ എന്താണ്? നേസൽ ബോൺ 2 എണ്ണം ഉണ്ട്. നോക്കിയേ, റെഡ് കളറിൽ പാലറ്റൈൻ ബോൺ. ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒറ്റ ബോണാണ്, സെപ്പറേഷൻ ഇല്ല, ഒറ്റ ബോണാണ്. എന്താണ്? വോമർ ബോണാണ്. അതുപോലെ രണ്ട് വശത്തായിട്ട് ഏതാണുള്ളത്? ഇൻഫീരിയർ നേസൽ കോൺകേ 2 എണ്ണം. മൊത്തത്തിൽ എത്ര ബോൺസ് ആണ്? 14 ബോൺസ് ആണുള്ളത്. നമ്മൾ ഇയറിലുള്ള ബോൺസ് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഒരു ഒറ്റ ബോണും കൂടെ ഉണ്ട്. ഏതാണ്? ഹയോഡ് ബോണാണ്. നമ്മുടെ ബക്കൽ ക്യാവിറ്റിക്ക് താഴെയുള്ള യൂപിൻ ഷേപ്പിലുള്ള ബോണാണ് ഏതെന്ന് പറയുന്നത്? ഹയോഡ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തുവാണ്? സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ട ബോൺസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളത്തിൽ മൊത്തത്തിൽ എത്ര ബോൺസ് ആണുള്ളത്? 26 ബോൺസ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഓക്കെ ആണോ? ഇനി നോക്കി, ഈ ഒരു പിക്ചർ നോക്കി. ഈ ഒരു റെഡ് കളറിൽ നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പം സെപ്പറേഷൻ ഉണ്ട്. ഓരോ പാർട്ടിനും ഓരോ പേരാണ്. നോക്കി, ഈ റെഡ് കളറിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പോർഷനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സെർവിക്കൽ എന്നാണ് പറയുന്നത്. സെർവിക്കൽ ബോൺ എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ബ്ലൂ കളറിൽ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് ഏതാണ്? തൊറാസിക് ബോൺ എന്നാണ് പറയുന്നത്. തൊറാസിക് ബോൺ. അതുപോലെ യെല്ലോ കളറിലുള്ള നോക്കിയേ, ഇതെന്താണ്? ലംബാർ ബോൺ എന്നാണ് പറയുന്നത്. ഗ്രീൻ കളർ നോക്കിയേ, ഇതെന്താണ്? സാക്രം. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോർഷൻ ഏതാണ്? കോക്സീജിയൽ ആണ്. കോക്സീജിയൽ എന്ന് പറയും, അല്ലെങ്കിൽ കോക്സിസ് എന്ന് പറയും. ഈ ഗ്രീനും പർപ്പിൾ, ഈ 2 കളറിലുള്ള ഈ 2 പാർട്ട് നോക്കിയതാണ് സാക്രോം. കോക്സീജിയൽ നോക്കിയേ, ഇതിൽ സാക്രത്തിൽ 5 ബോൺ ഫ്യൂസ് ചെയ്ത് ഒന്നായിക്കുകയാണ് ചെയ്തേക്കുന്നത്. നോക്കിയേ, 5 ബോൺ ഫ്യൂസ് ചെയ്തു. അതേപോലെ കോക്സീജിയൽ നോക്കിയാൽ നമുക്കറിയാം 4 ബോൺസ് ഫ്യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 300ഓളം ബോൺസ് കാണും. അതിനുശേഷം എന്ത് ചെയ്യും? ഫ്യൂഷൻ സംഭവിച്ചിട്ട് അത് ഒറ്റ ബോണായിട്ട് മാറും. അത് ഏതൊക്കെയാണ്? അതിൽ എക്സാമ്പിളാണ് ഈ സാക്രം എന്ന് പറയുന്നത്. അത് 5 ബോൺസ് ആയിരുന്നു, പക്ഷേ അത് ഫ്യൂസ് ചെയ്തിട്ട് എന്തായി? ഒറ്റ ബോണായി, സാക്രമായി. അതേപോലെ കോക്സീജിയൽ ബോൺ എന്തുവാണ്? 4 ബോൺസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അത് ഫ്യൂസ് ചെയ്ത് എന്തായി? ഒറ്റ ബോണായി. അപ്പോൾ ഇത്ര പാർട്സാണ് എവിടെ ഉള്ളത്? വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. നോക്കിയേ, സെർവിക്കലിൽ 7 ബോണുണ്ട്, തൊറാസിക്കിൽ 12 ബോൺ, ലംബാറിൽ 5 ബോൺ ആണുള്ളത്, സാക്രം 1, കോക്സീജിയൽ അല്ലെങ്കിൽ കോക്സിസ് 1. മൊത്തത്തിൽ എത്ര ബോൺസ് ആണ്? 26 ബോൺസ് ആണ് എവിടെ ഉള്ളത്? നമ്മളെ വെർട്ടിബ്രൽ കോളത്തിൽ ഉള്ളത്. അടുത്ത് നോക്കിയേ, അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റിബ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് റിബ്സ്. റിബ്സ് നോക്കിയേ, ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒറ്റ ബോൺ കാണുന്നുണ്ടോ? ഈ ഒറ്റ ഫ്ലാറ്റ് ബോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റെർണം എന്ന് പറയുന്നത്. സ്റ്റെർണം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒറ്റ ഫ്ലാറ്റ് ബോണിനെയാണ് സ്റ്റെർണം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇവിടെ നമ്പർ ഇട്ടേക്കുന്ന കാണുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 12 പെയേഴ്സ് 12 പെയേഴ്സ് ഓഫ് റിബ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചാലോ? 24 ബോൺസ് ഉണ്ട്. എന്തുവാ? റിബ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര റിബ്സ് ഉണ്ട്? 24 റിബ്സ് ആണ് ഉള്ളത്. ഇത് നോക്കിയേ, 1 2 3 4
5, 6, 7. ഈ 7 വരെ ഉള്ളത് നോക്കിയേ കറക്റ്റ് ഈ ഫ്രണ്ടിലുള്ള സ്റ്റെർണത്തിൽ വന്ന് ജോയിൻ ആവുന്നുണ്ട്, ബാക്കിലുള്ള ഏതാണ് വെർട്ടിബ്രൽ കോളത്തിലും വന്ന് ജോയിൻ ആവുന്നുണ്ട്. ഇവർ കറക്റ്റ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഇവരെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് പറയുന്നത്. നോക്കിയേ ഈ 8ഉം 9ഉം 10ഉം കൂടെ ഇത് ഇത്രയും എങ്ങനെയാണ് ഈ 3 പേരും കൂടെ ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 9, 8, 9, 10 ഇവർ ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വന്നിട്ട് സ്റ്റെർണത്തിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യാതെ ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ. ബാക്കിൽ പക്ഷേ അവർ കറക്റ്റ് വെർട്ടിബ്രൽ കോളത്തിൽ വന്ന് ജോയിൻ ആവുന്നുണ്ട്, ഫ്രണ്ടിൽ പക്ഷേ ഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പറയുന്നത് എന്തുവാണ്? ഫോൾസ് റിബ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കിയേ 11, 12 നിങ്ങൾക്ക് കാണാവോ? 11, 12 എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളത്തിൽ നിന്നും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട് സ്റ്റെർണത്തിൽ വന്ന് ജോയിൻ ആവുന്നില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ്. അപ്പം ഈ 11നെയും 12നെയും നമ്മൾ എന്താ പറയുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ 3 തരത്തിലുള്ള റിബ്സ് ആണുള്ളത്. ട്രൂ റിബ്സ് ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റ് വന്ന് ജോയിൻ ചെയ്യും. ഫോൾസ് റിബ്സ് ബാക്കിൽ കറക്റ്റ് ജോയിൻ ആവുന്നുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ വന്ന് ഫ്യൂസ് ആയിരിക്കുവാണ്. പിന്നെ 11ഉം 12ഉം ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ വന്ന് ജോയിൻ ആവുന്നുമില്ല, ഫ്യൂസ് ചെയ്തും ഇരിപ്പില്ല, അവർ ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ എത്രയാണ്? 24 ബോൺസാണ് എവിടെയുള്ളത്? റിബ്സിലുള്ളത്. സ്റ്റെർണം ഒറ്റ ബോണാണ്. ഇനി മൊത്തത്തിൽ നമ്മൾ ആക്സിയൽ ബോൺസ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര ബോൺസാണ് നമ്മുടെ ബോഡിയിലുള്ളത്? 80 ബോൺസാണ് ആക്സിയൽ ബോൺ ടോട്ടൽ ഉള്ളത്. അപ്പൻഡിക്കുലാർ എടുത്താലോ 126 ബോണാണ് നമ്മുടെ ബോഡിയിലുള്ളത്. രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ 206 ബോൺസാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ആക്സിയൽ ബോൺ ടോട്ടൽ എത്രയാണ്? 80 ബോൺസാണ് ഉള്ളത്. അതിലുള്ള ഇത്രയും പോർഷൻസാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി നമ്മൾ പോണത് അപ്പൻഡിക്കുലാറിലാണ്. അപ്പൻഡിക്കുലാർ നമ്മൾ ഹോൾ സ്കെൽറ്റൻ ആണോ? ഇല്ല, നമ്മുടെ ലിംസ് നമ്മുടെ 4 ലിംസ്, ഹൈൻഡ് ലിംസ് എല്ലാം വരുന്ന ബോൺസ് ആണ്. ഇത് നോക്കിയേ, കയ്യിൽ നമ്മുടെ ഷോൾഡറിന് താഴെ ഉള്ള ബോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമറസ് ബോൺ എന്ന് പറയുന്നത്. ഹ്യൂമറസ് ബോൺ. ഇനി നോക്കിയേ, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ജോയിൻറ്റിന് ശേഷം എത്ര ബോണാണ്? 2 ബോണാണ് ഉള്ളത്. ഏതൊക്കെയാണ്? റേഡിയസ് ഉണ്ട്, അൾന ഉണ്ട്. നിങ്ങൾക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും 2 ബോൺസ് ഉണ്ട്. ഇനി നോക്കിയേ, നമ്മുടെ ഈ ഒരു പോർഷനിൽ, നമ്മുടെ വാച്ച് കെട്ടുന്ന ഈ ഒരു പോർഷനിൽ കാർപ്പൽസ് എന്നാണ് ആ ബോൺസിനെ പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കൈപ്പത്തി വരുന്ന ഈ ഒരു ഭാഗത്ത് എന്താണ്? മെറ്റാകാർപ്പൽസ്. പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് ഫാലഞ്ചസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മളൊരു കൈ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമറസ് ബോൺ ഉണ്ട്, റേഡിയസ്, അൾന 2 ബോണുണ്ട്, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ്, ഇത്ര ബോണാണ് കയ്യിലുള്ളത്. ഇനി നമ്മുടെ കാലെടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഫീമർ ആണ് എന്തോന്ന് പറയുന്നത്? ഒരു ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തൈ ബോൺ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ബോൺ എന്ന് ചോദിച്ചാൽ, ഏതാണ്? ഫീമർ ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി താഴെ നമ്മുടെ ഈ മുട്ടിൻ്റെ ഇവിടെ ചിരട്ട എന്നൊക്കെ നമ്മൾ പറയും. ആ ചിരട്ട, ആ ഒരു ബോൺ, ആ ബോണിനെ പറയുന്നത് എന്തുവാണ്? പാറ്റെല്ല എന്നാണ് പറയുന്നത്, പാറ്റെല്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള പോലെ തന്നെ ഇവിടെ 2 ബോണുണ്ട്. ഏതാണ്? ടിബിയ, ഫിബുലയാണുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ റിസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ, അതുപോലെ കാലിൽ വരുമ്പോൾ എന്തുവാണ് അതിനെ പറയുന്നത്? ടാർസൽ എന്നാണ് പറയുന്നത്, ടാർസൽ. അടുത്തത് മെറ്റാടാർസൽ. പിന്നെ നമ്മൾ വിരലുകൾ പോലെ ഇരിക്കുന്ന ഫാലഞ്ചസ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പം ഏതൊക്കെയാണ്? ഫിമർ, പാറ്റെല്ല, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫാലഞ്ചസ്, ഇത്രയാണുള്ളത്. ഇനി നോക്കിയേ, ഈ ഗ്രിഡിൽ കണ്ടോ? ഇതാണ് പെക്ടോറൽ ഗ്രിഡിൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വന്ന് ജോയിൻ ആവുന്ന ആ ഒരു പോർഷൻസ്. അവിടെ ആക്ച്വലി എത്രയാണ്? ഒരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 2 ബോണാണ് ഉള്ളത്. ഒന്ന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോണുണ്ട്. ആ ബോണിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്കാപ്പുല എന്ന് പറയുന്നത്.
പിന്നെ നമ്മുടെ കോളർ ബോൺ, ഇവിടെ ഒരു ബോണുണ്ട്, ഇതിനെ പറയുന്നത് എന്തുവാണ്, നമ്മുടെ ബ്യൂട്ടി കോൺ എന്നൊക്കെ പറയും, കോളർ ബോൺ എന്ന് പറയും. അതേതാണ്, അതിനെ ക്ലാവിക്കിൾ എന്നാണ് പറയുന്നത്, ക്ലാവിക്കിൾ എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് വന്ന് ജോയിൻ ആവുന്ന ഈ ഒരു പോർഷനെയാണ് പെൽവിക് ഗിറിഡിൽ എന്ന് പറയുന്നത്, പെൽവിക് ഗിറിഡിൽ എന്ന് പറയുന്നത്. പെൽവിക് ഗിറിഡിൽ എടുത്താൽ 2 ബോൺസാണ് ഉള്ളത്, 2 കോക്സൽ ബോൺസാണ് ഉള്ളത്, 2 കോക്സൽ ബോൺസാണ്. കോക്സൽ ബോൺസും ഒരു ഫ്യൂഷൻ ഉണ്ടായ ബോൺസാണ്. 3 ബോൺസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, കോക്സൽ ബോൺസ് ഫോം ചെയ്തത്. അപ്പോൾ 2 കോക്സൽ ബോൺ ആണ്. ഇനി ഈ ക്ലാവിക്കിൾ 2 എണ്ണം ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും 2 വശത്തായിട്ട് എന്തുവാണ്, ക്ലാവിക്കിൾ 2 എണ്ണം ഉണ്ട്, അതേപോലെ സ്കാപ്പുലയും 2 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 126 ബോൺസ് ഉണ്ട്. ഏതാണ്, അപ്പൻഡിക്കുലാറിൽ 126 ബോൺസ് ഉണ്ട്. ഇനി ഈ കാർപ്പൽസ് എത്രയാണെന്നറിയാവോ, കാർപ്പൽസ് എത്രയാ, 8 കാർപ്പൽസ് ആണുള്ളത്. മെറ്റാകാർപ്പൽസ് ആണെങ്കിലോ, ഫാലഞ്ചസ് എത്രയാണ്, ഫാലഞ്ചസ് എത്രയാണ്, 14ആണ്. മെറ്റാകാർപ്പൽസ് എനിക്കറിയാം 5ആണ് മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ടാർസൽസ് എത്രയാണ്, ടാർസൽ 7ആണ്. ശ്രദ്ധിക്കുക, കാർപ്പൽസ് 8ആണ്, പക്ഷേ ടാർസൽ എത്രയാണുള്ളത്, 7 ബോൺസ് ആണുള്ളത്. ഇനി മെറ്റാടാർസൽ ആണെങ്കിലോ 5 ബോണാണുള്ളത്. ഫാലഞ്ചസ് എത്രയാണ്, 14 ബോൺസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 126 ബോൺസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതാ ഈ മൊത്തം ബോൺസാണ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 2 തരത്തിലുള്ള സ്കെൽറ്റൻ ആണ്. ഏതാണ്, ആക്സിയലും അപ്പൻഡിക്കുലാറും. ആക്സിയലിലാണ് നമ്മുടെ സ്കള്ള്, വെർട്ടബ്രൽ കോളം, റിബ്സ്, അതുപോലെ സെർണം ഒക്കെ വരുന്നത്. അതേപോലെ അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിലാണ് നമ്മുടെ ലിംസിലുള്ള എല്ലാ ബോൺസും വരുന്നത്. അപ്പം ആക്സിയൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ബോൺസാണ്, 80 ബോൺസാണ്. അപ്പൻഡിക്കുലാർ എടുത്തു കഴിഞ്ഞാലോ ടോട്ടൽ 126 ബോൺസ് ആണ്. ഇനി നിങ്ങളുടെ ഹ്യൂമൻ ഹെഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹെഡിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്, 29 ബോൺസ് ആണ്. ഹ്യൂമൻ ഹെഡ് എടുത്ത് കഴിയുമ്പം എത്ര ബോൺസ്, ഏതൊക്കെ ആണ് വരുന്നത്, നമ്മുടെ ഫേഷ്യൽ ബോൺ വരും, പിന്നെ ഇയർ ബോൺസ് വരും, ഹയോഡ് എന്ന് പറയുന്ന ഒരു ബോൺ വരും, അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ക്രേനിയൽ ബോൺസും ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം സ്കെൽറ്റൽ സിസ്റ്റമിൽ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസാണ് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.